ഇതാണ് ട്രക്കിങ്. 600 രൂപയാണ്. 3 പേർക്ക് 600 രൂപക്ക് പോകാം. ഞാൻ സോളോ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരാൾക്കേ പോകാൻ പറ്റിയിട്ട്. കാരണം ഇവിടെ ആളുകളും ചിലപ്പോൾ കുറവാണ്, അപ്പോൾ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ 3 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ട്രക്കിങ് തുടങ്ങാൻ പോവാണ്. 3 hours ട്രക്കിംഗ് ആണ്. അവിടെ നിൽക്കാൻ പറ്റുമോ? ഇറങ്ങിക്കോ, നോക്കിയിട്ട് ഇറങ്ങാട്ടെ. ഞങ്ങള് തെള്ളിയെന്നാ പറയാ കേട്ടാ. ഇതിന്റെ ഈ പശയാണ് നമ്മൾ എടുക്കുക. ഇത് വെട്ടിയിട്ട് അതിന്റെ നമുക്ക് ദശ വരും. വെട്ടിയിട്ടുണ്ട് ഇവിടെ. ഇവിടില്ല, കാട്ടിക്കൂരില്ല കേട്ടാ. അത് വെച്ച് പിടിപ്പിക്കണതല്ലേ. നമ്മളിവിടെ കൃഷി ഇതിനുള്ളിലില്ല. ഇവിടെ കൃഷി ചെയ്യാനും പറ്റില്ല. ഒരുപാട് പൂമ്പാറ്റകൾ ഇറച്ചിന്റെ മുകളിൽ നിൽക്കുകയല്ലേ അവര്. ഈ സമയത്തൊക്കെ അവര് പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറി ഇരിക്കുന്നുണ്ടാവും. ഇഷ്ടം പോലെ പൂമ്പാറ്റ. മറ്റവന്മാരെപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ, ഇഷ്ടം പോലെ പൂമ്പാറ്റകള്. ഇവിടെ പേരുന്ന സ്ഥലമോ? കൂടുതലുണ്ടെങ്കിൽ ഇത്ര കിടന്നുള്ളു. എൻ്റെ അമ്മ വേർപ്പായി കഴിഞ്ഞാൽ നമ്മളെ മേത്തൊക്കെ വന്നിരിക്കുന്നതാണ്. ഓ, അത്ര ഇതായിട്ടല്ലേ വരിക. കടുവ ആനേനെങ്ങനെ കൂടുതൽ പേടിക്കുന്നത് കടുവയല്ലേ? കരടി. ആ, അത് ശരി. ഇതൊക്കെ തന്നെത്താനെ ഉണ്ടായി വന്ന പാറകളാണ്. ഉരുൾപൊട്ടി. മരങ്ങൾ കുറവുള്ള ഏരിയയാണ്. ഇല കൊഴിയുന്ന ഏരിയ, ഡ്രൈ ഏരിയ എന്ന് പറയും. ഇവിടെ ഡെസേർട്ട് എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കും. കാരണം മരങ്ങൾ അങ്ങനെയില്ല, വെയിലധികമാണ് ഇവിടെ. വെള്ളമൊക്കെ വരുന്ന സ്ഥലം ഇപ്പം ഇതാണ് എടുക്കുക നമ്മള്. ഇരുമ്പിന്റെ ഒരു ഇത് കൊണ്ട് അടിച്ചടിച്ചടിച്ചെടുക്കും. ഇത് വിൽക്കാനൊക്കെ കൊടുക്കുക, പുറത്തോട്ട് കൊടുക്കാറുണ്ട്. നല്ല അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഒരു ആളെയും കൂടെ വിട്ടു ഞങ്ങളിപ്പോൾ. ഒരാണെന്ന് എന്തായാലും കൂടി. പക്ഷെ ട്രക്കിങ്ങില് വനിതകൾ വരുന്നത് അപൂർവല്ലേ, വേറെ എവിടെയും ഇല്ല. ഇപ്പൊ പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് അനിമൽസിന് ഫൈറ്റിങ് കിട്ടുന്ന ഈ ഭാഗങ്ങളാണ് ഇപ്പൊ. മുന്നൊക്കെ വന്ന് ഞങ്ങൾ ഈ ഭാഗത്തോടൊക്കെ വരുമ്പോ കടിയുടെ എല്ലാ ആൾക്കാരും തിരിച്ചു പോയി. പിന്നെ അല്ലാണ്ട് 3 പേരെ വന്നോളൂ. 2 പെണ്ണൂരാണ്. ആണിന്റെ ധൈര്യമുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് ധൈര്യം ഉണ്ടായില്ല. തിരിച്ചു കൊണ്ടുപോയി. പാറ നോക്കി.
ഇത് ഗുഹയാണോ? അല്ല. ആ ശരിയാണ്. പിന്നെ അവർക്ക് എൻജോയ്മെന്റ്. സാറന്മാര് വരുമ്പോ ചീത്ത പറയും. ഞങ്ങൾ തിരിച്ചാണ് അവര് പറയുന്നത് ഇതിലെന്തുകൊണ്ട് എഴുതിപ്പിച്ചു ഞങ്ങൾ വെള്ളച്ചാട്ടം അപ്പുറത്താണ്. എന്റെ പേരെന്ന് കാട്ടിലൂപിക്ക. കേട്ടിട്ട് പോലും കാട്ടില് മറ്റേ എന്താ പറയാ ലൂപിക്കല്ലേ. ഓ ഇതാണ് മുട്ടുവാട്ട ചപ്പ് ഒഴിച്ച് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ മഴക്കാലല്ല. ആ വഴിയൊക്കെ പോവാട്ടോ നമ്മള്. ഈ വഴി പോയിട്ട് താഴത്തോട്ടാണ്. റിസർവോയറും റോഡും കായും മൂന്നും കൂടിയിട്ടാണ്. അതൊരു പഴം മാത്രമേ അതിപ്പോ 12 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിക്കാം. ചപ്പാത്തിനോടെ കിലോ ചപ്പ്. ചെളിയില് കൊണ്ടുപോയതാ. വെള്ളത്തിനടി കൂടെ നമ്മള് വെള്ളമുള്ള സമയത്ത് നമുക്ക് ആ റോഡ് കാണില്ലേ. വെള്ളം എത്തി കാരണം കൊണ്ടാണ് റോഡ് കാണുന്നത്. അത്തോളം വരെ റോഡാണ്. വണ്ടി ഇങ്ങനെ പകുതി വരെ റോഡുണ്ട്. 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 3/4 കിലോമീറ്റർ ഉണ്ട്. വേറെ ട്രെക്കിംഗ് ഗ്രൂപ്പിന്റെ ആളുകളാ. പിന്നെ ഡാമിന്റെ സൈഡിലൂടെ നടത്താണ്. എനിക്ക് തോന്നി പറമ്പുള്ള ഇഷ്ടം പോലെ ഞാൻ കണ്ടിരുന്നു. അവിടെ ഒരു തട്ടേക്കാട് ഒരു ട്രീ ഹൗസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇപ്പൊ നീരുന്ന ഇഷ്ടം പോലെ എങ്ങനെ കണ്ടേ. ഡാമിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അല്ലേ? ഡാമിന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇതിപ്പോ കാട്ടുപോത്തെന്ന് വെച്ചാൽ കാട്ടുപോത്തെന്ന് പറയാം, നാട് പോത്ത നാട് പോത്ത് രണ്ടുമാണ്. ആഹാ എന്താ ഭംഗിയുള്ള കാഴ്ചയാണ്. ചിമ്മിണി ഡാമിൻ്റെ. അപ്പം അങ്ങനെ നമ്മുടെ ട്രെക്കിംഗ് അവസാനിക്കാറായി. മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല, വേനൽക്കാലമല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മൾ ഡാമിലൂടെ 2 കിലോമീറ്റേഴ്സ് നടന്ന് ട്രെക്കിംഗ് ഫിനിഷിംഗ് പോയിന്റിലെത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.